പാല ടൗണിനോട് തൊട്ട് ചേർന്ന് 10.5 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 ബെഡ്റൂം ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ മുറ്റം വരുന്നത്. മുറ്റത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ബാംഗ്ലൂർ സ്റ്റോൺസ് വെച്ച് പാകിയിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മണൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു 3 അല്ലെങ്കിൽ ഒരു 4-5 വണ്ടിയിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ച് അതിനുശേഷം നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് വന്നിരിക്കുന്നത്. അതുകൂടാണ്ട് ടൈൽ വന്നിരിക്കുന്നത് നല്ല മുഴുപ്പിലുള്ള ടൈലാണ് ഫ്ലോറിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡോറ് വരുന്നത്. ഡോറ് തേക്കാണ്, അതുപോലെ തന്നെ വിൻഡോയും തേക്കാണ്. വിൻഡോ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അകത്തോട്ട് പോകാം. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയ നമുക്കിവിടെ ഒരു ടി വി ഏരിയ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ്. വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ജനലിൻ്റെ കമ്പി പോയിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ. ഇനി ലിവിങ് ഏരിയയിൽ നിന്നും നമുക്കൊരു പാത്വേ പോലെയുണ്ട്. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്കൊരു പ്രെയർ ഏരിയ പോലെ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നു. ഇതാണ് ഡൈനിങ് ഏരിയ. നല്ല ഭംഗിയിലാണ് ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെയാണെന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ, മിററൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ഡിസൈൻ പോലെ എനിക്ക് തോന്നി. നമ്മളിനി ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്ക്, ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ബെഡ്റൂമിലേക്ക് പോകാം. അവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല സെപ്പറേറ്റഡ് ആയിട്ടാണ്, എന്നാൽ എല്ലാം എൻ്റർ ചെയ്യുന്ന ഒരേ ഏരിയയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർട്ടീഷനോ അല്ലെങ്കിൽ ഒരു പ്രൈവസി ഭയങ്കരമായിട്ട് കിട്ടും ഓരോ ബെഡ്റൂമുകൾക്കും. ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പുറത്തും ബെഡ്റൂമിൽ നമുക്ക് ഈ സൈഡിൽ ഒരു 3 വിൻഡോ, ഇവിടെ ഒരു സിംഗിൾ ഡോർ വിൻഡോ ആണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ബാത്റൂം. നല്ല അടിപൊളി ബാത്റൂമാണ് കേട്ടോ. നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിലൊരു പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡ്രൈ ഏരിയ പോലെ വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് നമുക്കൊരു വെറ്റ് ഏരിയ പോലെ വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്നിരിക്കുന്ന ജഗ്വാറിലാണ്. ഡൈവേർട്ടറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇത് റാക്കിൻ്റെ ആണ്. അതുപോലെ തന്നെ ക്ലോസറ്റ് വരുന്നത് കെറോവിറ്റിൻ്റെ ആണ്. വാഷ് ബേസിൻ വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ്ടേ വേറൊരു ബെഡ്റൂം വന്നിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഓൾമോസ്റ്റ് എല്ലാ ബെഡ്റൂംസിനും ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട്. ഞാനൊരു ഡ്രസ്സിങ് ഏരിയ കാണിക്കാം. ഇതാണ് നമ്മുടെ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ഡ്രസ്സിങ് ഏരിയ ചെയ്തിരിക്കുന്ന ഡിസൈൻ വളരെ അട്രാക്റ്റീവാണ്. നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം. ബാത്റൂം അവിടെ കണ്ടതുപോലെ തന്നെ വേറൊരു ഡിസൈനിൽ വേറൊരു ഭംഗിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഈ പറയുന്ന പോലെ ഇവിടെ ഡ്രൈ ഏരിയ വരുന്നു, ഇവിടെ വെറ്റ് ഏരിയ വരുന്നു. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ടോട്ടൽ 1, 2, 3 ബെഡ്റൂമുകൾ കണ്ടു. ഇനി നമുക്ക് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്, അതും കൂടെ കണ്ട് കിച്ചണിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. പെയിൻറ്റ് പണിയൊക്കെ തീർന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻറ്റ് ബക്കറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ്ടേ നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നു. അവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെ വെറ്റ് ഏരിയ, ഇവിടെ നമുക്ക് ഡ്രൈ ഏരിയ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ. എപ്പോക്സിയൊക്കെ ചെയ്ത് എല്ലാ ബാത്റൂമും എപ്പോക്സി ചെയ്താണ് വന്നിരിക്കുന്നത്. എപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ ലീക്കേജൊക്കെ ഒരു പരിധി വരേക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ വരുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കിച്ചൺ. നല്ല സ്പേഷ്യസ് ആണ്. നമുക്കിവിടെ ഒരു വാഷ് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റവ്, അതുപോലെ തന്നെ ഹോബ് വരുന്നത്, ഹോബ് ആൻഡ് ചിമ്മിനി. ഇനി ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ പോലെ വന്നിരിക്കുന്നത്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വന്നിരിക്കുന്നത്. ഇതൊന്നും പോരാ, നമുക്കിവിടെ വാഷ് ബേസിനൊക്കെ വെക്കാനായിട്ടുള്ള രീതിയിൽ, വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള രീതിയിൽ നമുക്കിവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിളാണ്.